അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നത് ഒരു കൊച്ചു കഥ പറയാനാണ്. എൻ്റെ കഥയുടെ പേര് അണപൊട്ടി ഒഴുകിയ അനുരാഗം. പ്രവാചനുരാഗത്തിൻ്റെ സുഗന്ധം മിഴികളിലും കിനാവിലും നിറച്ച് നിദ്രാവിഹീനമായി ഇനിയും എത്ര നാൾ ഈ ബഗ്ദാദിൽ വസിക്കും. പൂവിരിയുന്ന വസന്തത്തിലും മഞ്ഞു പെയ്യുമ്പോഴും അനുരാഗത്തിൻ്റെ ആത്മവല്ലികൾ ഒരുമിച്ച് കൂട്ടി മുഹമ്മദ് അബൂബക്കർ റഷീദുൽ ബഗ്ദാദിയുള്ളവനോ ഒരു ദിനത്തിനായി കാത്തിരുന്നു. ആശിഖ് അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ മാഷൂക്കിനെ പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രേമഭാചനത്തിൻ്റെ സംവിധമാണ് അത്. ഇഷ്ക് എങ്ങനെ പൂർണ്ണമാവും? അവിടെ ദൂരം പ്രശ്നമാവില്ലല്ലോ. മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു യാത്ര പുറപ്പെടുകയാണ്. മദീന അണയണം എന്ന ഈ ചിന്തയിൽ കൽബിൽ താളടിച്ചു. മഹാൻ ഒരുക്കങ്ങൾ കൂട്ടി. ബഗ്ദാദിൽ നിന്നും അനേകം ദൂരമുണ്ട് മദീനയിലേക്ക്. തൻ്റെ അധീനതയിൽ മനോഹരമായ തോട്ടങ്ങളുണ്ട്. ഹബീബ് കഴിച്ചല്ലേ എല്ലാം. അതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു. ഒന്നല്ല, തൻ്റെ 18 തോട്ടങ്ങളും ഘട്ടം ഘട്ടമായി വിൽപ്പന നടത്തി. മദീനയിലേക്ക് എത്താനുള്ള ഓരോ ശ്രമങ്ങളും പരാജയപ്പെടുന്നു. വിശ്വാസി മദീനയിലേക്ക് ഉൾവലിയും. സർപ്പം അതിൻ്റെ മാളത്തിലേക്ക് എന്നുപോലെ തിരുമൊഴി. അങ്ങനെ മുഹമ്മദ് അബൂബക്കർ റഷീദുൽ ബഗ്ദാദിയുള്ളവനോ ഒരിക്കൽ കൂടി മദീന കവാടത്തിലെത്തി. അന്നത്തെ ഭരണാധികാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വിവരം കൊടുക്കുമായിരുന്നു. മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു എന്നൊരാളെ മദീന കവാടത്തിൽ തടയണം. അദ്ദേഹം എൻ്റെ അരികിൽ വന്നാൽ ഞാൻ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ പിന്നെ ഒരിക്കൽ കൂടി മദീനയിലേക്ക് പോവാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു. അങ്ങനെ ഒരു വിറക് കൊണ്ടുപോകുന്ന വാഹനക്കാരനോട് കരാറുണ്ടാക്കി. അങ്ങനെ വിറകുകൾക്കിടയിൽ മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു നിന്നു. മദീനത്തെ കാറ്റടിച്ചു. അപ്പോൾ ഒച്ചത്തിൽ സ്വലാത്ത് ചൊല്ലി. ആ ശബ്ദം കേട്ട് മദീന കവാടത്തിലുള്ള സംരക്ഷക സംഘം വന്നു ചെക്ക് ചെയ്തു നോക്കി. അപ്പോൾ മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹുവിനെ അവിടെ കണ്ടു. അങ്ങനെ മദീനയിൽ നിന്ന് ഒന്നും കൂടി മടങ്ങേണ്ടി വന്നു. നോക്കൂ കൂട്ടുകാരെ, മുഹമ്മദ് അബൂബക്കർ റഷീദുൽ ബഗ്ദാദിയുള്ളവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രണയം മദീനയിലേക്ക് എത്താനുള്ള നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.